ഒരു അതിഥി കൂടി നമുക്ക് ചേരുന്നുണ്ട്. ശരി, വരട്ടെ. ഒരു കൊച്ചുമിടുക്കി. എന്താണ് മോളുടെ പേര്? പവിത്ര വിശാൽ. പവിത്ര വിശാൽ. പവിത്ര ഈ നാട്ടിൽ ഇവിടെ തന്നെ ആണോ? അല്ല, മലപ്പുറം. മലപ്പുറം കലോത്സവം ഒക്കെ കണ്ടു കൂടി. എന്താണ് ചെയ്യുന്നത്? അതെ അതെ. സംസ്കൃത അക്ഷരശ്ലോകം, സംസ്കൃത പദ്യം, കാവ്യകേളി, അതില് 2 കഴിഞ്ഞു. എ ഗ്രേഡ് ലഭിച്ചു. ഇനി ഏതാ മത്സരം ഉള്ളത്? ഏത് സ്കൂളാണ്? അത് പോട്ടെ. വണ്ടൂർ ഗേൾസ്. വണ്ടൂർ ഗേൾസ് സ്കൂള്. അപ്പം സ്കൂളിൽ നിന്നൊക്കെ ഈ എ ഗ്രേഡ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വിളിച്ചോ കൂട്ടുകാരികളൊക്കെ? കുറച്ച് ജാട കിട്ടോ? ഏത് ക്ലാസ്സിലാ? ഞാൻ 8ാം ക്ലാസ്സില്. അപ്പൊ ഇനി കുറെ വർഷങ്ങളുണ്ട്. അതെ അതെ അതെ. ഫസ്റ്റ് ടൈം ആണ്, ആദ്യമായിട്ട്. എങ്ങനെയുണ്ട് വന്നിട്ട് കൊല്ലത്ത് വന്ന് മത്സരമൊക്കെ കണ്ടിട്ട്, കലോത്സവം ഒപ്പം മത്സരിക്കുന്നവരെയൊക്കെ കണ്ടിട്ട് എന്ത് തോന്നി? ആദ്യം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ ശീലമായത്. അമ്മയാണോ കൂടെ വന്നേ? അമ്മ. അണ്ട് കൊല്ലത്ത് വല്ലയിടത്തും കൊണ്ട് എല്ലാം കാണിച്ചോ? അമ്മ ഈ കലോത്സവം ഈ ആശ്രമ മൈതാനം മാത്രമാണോ കാണിച്ചുള്ളൂ? ഇല്ലില്ല, എല്ലാ സ്റ്റേജിലും പരിപാടി ഉള്ള കാരണം പിന്നെ എങ്ങും പോകാൻ കഴിയും. അന്ന പരിപാടി കഴിഞ്ഞിട്ട് അമ്മയോട് പറ കൊല്ലത്ത് മൊത്തം ഒന്ന് ചുറ്റി കാണിക്കാൻ പറ. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്ന് പണ്ടാര പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്? അക്ഷരശ്ലോകം. ശരി, ആ 2 മാമാരെ നിൽക്കുന്നുണ്ടോ നമ്മളെ പിടിക്കാൻ വേണ്ടിട്ട്? ദക്ഷോ വിരിഞ്ചതനയോധ മനോസ്തനൂജ ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശ ചാപകന്യാ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. കഴിഞ്ഞോ? പെട്ടെന്ന് കഴിഞ്ഞോ? 4 വരി ശ്ലോകമാണ് അല്ലേ? മറ്റു പാട്ടുകളൊക്കെ പാടാനൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. കാവ്യകേളി ഉണ്ട് നാളെ. കാവ്യകേളി ഉണ്ട് അല്ലേ? അപ്പൊ ഇനി ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാവ്യകേളി നാളത്തെ. ശരി. ആനകേരാമലേലാളുകേരാമലേലായിരം കാന്തരി പൂത്തിറങ്ങി മാനത്തു നിന്നൊരു മാഞ്ചാടി മാനിന്റെ കുമ്പത്തു ചന്ദ്രക്കല ചന്ദ്രക്കലമാനി ചന്ദ്രക്കലമാനി ചന്ദനം ചാലിച്ചു ചാഞ്ചാടു ഇച്ചിറുമുറ്റത്തു ചാഞ്ചാടു എൻ്റെ ശാന്തയ്ക്കു ചുറ്റും നീ ചാഞ്ചാട്. ഇതൊന്ന് പെട്ടെന്നെല്ലാം കഴിഞ്ഞു പോവാണല്ലോ. അപ്പോൾ 8 വരി കാവ്യങ്ങളാണിത്. 8 വരികളാണ്. അക്ഷരശ്ലോകത്തിന് 4 വരി അല്ലേ? ഓക്കെ. ഇനി വരുന്ന വർഷങ്ങളിലെ മറ്റേതെങ്കിലും കൂടുതൽ ഇനങ്ങളിലും മത്സരിക്കണം അങ്ങനെയൊക്കെ ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ആഗ്രഹം തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ഏതിനത്തിലാണ് മത്സരിക്കാൻ തോന്നുന്നത്? കഥകളി സംഗീതം, കഥകളി, അഷ്ടപതി പഠിക്കുന്നുണ്ടോ? കഥകളി സംഗീതം പഠിക്കുന്നുണ്ട്. കഥകളി സംഗീതം പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ കഥകളി സംഗീതത്തിന്റെ ഒരു 4 വരി കൂടി ആയാലോ? അത്ര ആയിട്ടില്ല, ഞാൻ പഠിച്ചു തുടങ്ങി. എങ്കിലും 2 വരി എന്നല്ല അതിന് പറയാ. എന്താ പറയാ? എനിക്ക് അങ്ങനെ ഒരു പരിചയം. ശരി, പോട്ടെ. അല്ലാതെ ഒരു പാട്ട് പാടിയല്ലോ നമ്മുടെ പ്രേക്ഷകരോട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഗാനമോ അങ്ങനെ എന്തെങ്കിലും ലളിത ഗാനമോ ഇഷ്ടമുണ്ടോ പാടാൻ? അമ്മ പറയണ്ട അവിടെ വന്നിട്ട് പഠിക്കോ. അമ്മ കൂട്ടുകാരികളൊക്കെ വിളിച്ചു മോളെ TV കാണുന്നുണ്ട്, കണ്ടോ എന്ന് പറയുന്നു. അവിടെ കേട്ടോ, ആ ചേട്ടനെ കണ്ടോ? അവിടെ ആ ക്യാമറയിൽ നോക്കി പാടണേ. ശരി. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന. കാലുമേലെ കാലു കെട്ടി സോഫയിലിരുന്നു നീ, കാലുമേലെ കാലു കെട്ടി സോഫയിലിരുന്നു നീ, മേനിയാകെ കോളു കെട്ടി ഒരേറെ നോട്ടം കൊണ്ടിങ്ങനെ. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനേ. ആഹാ, ഇത് മൊത്തത്തിൽ പാട്ടാണല്ലേ നമ്മുടെ ഗുഡ് മോർണിംഗ് കേരളം. നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പൊ താങ്ക് യു. അപ്പൊ ഈ പരിപാടി കഴിയുമ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ആളുകളൊക്കെ വിളിക്കും. ഇനിയിപ്പോ എല്ലായിടത്തും പോയി പാടേണ്ടി വരും. പാടാറുണ്ടോ? അങ്ങനെ പരിപാടികൾക്കൊക്കെ പോകാറുണ്ടോ? അങ്ങനെ പോകാറില്ല, പക്ഷെ ഇനി പോകേണ്ടി വരും. ഇനിയിപ്പോ നാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും വിളിക്കും, പാടാൻ വിളിക്കും. അപ്പോൾ പോയി പാടണം. വലിയ കലാകാരിയായിട്ട് മറ്റൊരവസരത്തിൽ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വരണം കേട്ടോ. അപ്പൊ താങ്ക് യു. അപ്പോൾ എല്ലാ സ്നേഹവും.